How are you doing, ground level fans? Today, for the episode 2, we have a special guest who is an influencer and also an entrepreneur with two businesses ongoing called Maniac Rolls and Maniac Dessert. Spotlight to you, Mr. Nihal. ഹായ്, എൻ്റെ പേര് നിഹാദ്. ഞാനൊരു ഫുഡ് മാനിയക്ക് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിനായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. ഇപ്പം എൻ്റെ ഒരു 2 ബ്രാൻഡ് ഉണ്ട്, മാനിയക് റോൾസ് ആൻഡ് മാനിയക് ഡെസേർട്ട്. ഇവിടെ കണ്ണൂരാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ഇൻഫ്ലുവൻസർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസർ ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്. പഠിക്കുന്നു. സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിനാണ് എനിക്കൊരു ഇത് വരുന്നത്. കുറേ ആഗ്രഹിക്കുന്നു, പക്ഷേ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു സ്പിരിറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അങ്ങനെയല്ലായിരുന്നു. പെട്ടെന്നൊരു വാരത്ത് പോയി നമ്മളൊരു ഷോപ്പിൽ പോയി റെസ്റ്റോറൻറ്റ് വീഡിയോ എടുത്ത് അങ്ങനെ ഇട്ട്. സ്റ്റാർട്ടിങ്ങിൽ ഇട്ടത് ഭയങ്കര കോമഡി ആയിരുന്നു. എൻ്റെ ഫുള്ള് മണ്ടത്തരവും കോളേജിലെ കളിയാക്കലും. കോളേജിൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരും കളിയാക്കലായിരുന്നു. അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു ലെവലെത്തിലാണ് ഒരു വീഡിയോ അടിച്ച് കയറി. കണ്ണൂർ ടൗണിലൊരു ചായപ്പൊടിൻ്റെ വീഡിയോ തരും അടിച്ച് കയറി. അതിലാണ് എൻ്റെ പിന്നെ അതിന് മാറ്റം വരുന്നത്. പിന്നെ ഞാൻ കുറച്ചും കൂടി അടിപൊളിയാക്കി. പിന്നെ വീഡിയോസിൽ ഇടുന്ന നല്ല റീച്ചായി. അങ്ങനെയാണ് ഇങ്ങനെ പോയി അങ്ങനെയാണ് ഇപ്പോൾ മോശമില്ലാത്ത ലെവലിൽ ഇപ്പോൾ എത്തുന്നത്. അപ്പോൾ നമ്മളെ ഈ ഒരു ഇൻഫ്ലുവൻസർ ആണെന്നുള്ളൊരു മോട്ടിവേഷൻ ലൈക്ക് യു ഹാഡ് ലൈക്ക് എ റോൾ മോഡൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഇൻഫ്ലുവൻസറാന്ന് വെച്ചാൽ നമ്മളൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്, വേവാട് എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടാവും, കാലിക്കറ്റെല്ലാം വീഡിയോ ചെയ്തു. ഇപ്പം ഖത്തറിലാണ്. അപ്പോൾ നമ്മളൊരു ബെസ്റ്റ് ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ പണ്ടേ കാണുന്നതാണ് വേവാട്. അപ്പോൾ ഖത്തറിലുള്ള ടൈമിൽ ഞാൻ ഖത്തറിലാണ് പഠിച്ചത്. അപ്പോൾ അവൻ്റെ വീഡിയോ ഇപ്പോൾ പണ്ടേ ഇങ്ങനെ കാണും. അപ്പം അന്നേ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഖത്തറിലപ്പോൾ ഞാൻ ഫുഡ് അടിക്കാൻ പോകും. ഡെയിലി ഓരോ ഫുഡ് ട്രൈ ചെയ്യും, പക്ഷെ വീഡിയോ ഒന്നും എടുക്കില്ല. ജസ്റ്റ് എൻ്റെ ഫോണിൽ എടുക്കുക, അങ്ങനെ വെക്കുക, അല്ലാണ്ട് വീഡിയോ അപ്ലോഡ് ഒന്നുമില്ല. പിന്നെ ഞാൻ ചിന്തിച്ചേ, ഈ തിന്നത് ഞാൻ സ്പെഷ്യൽ കഴിക്കുന്ന നാട്ടുകാരെ കാണിച്ചാൽ എന്തായാലും അപ്പോൾ നമുക്ക് ഒരു ഇത് കാണിക്കണം, പുതിയ സ്പോട്ട് കാണിക്കാം. റെക്കമെൻഡ് ചെയ്യുന്ന നല്ല സ്പോട്ട് കാണിക്കാം, ആൾക്കാർ അറിയാത്ത ഹിഡൻ സ്പോട്ടുകൾ കൊണ്ടുവരാം. അങ്ങനെയാണ് പേജ് തുടങ്ങുന്നത്. എന്നിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് ചെയിനിലേക്ക് തുടങ്ങണം എന്നുള്ളൊരു ഇത് എവിടുന്ന വന്നത്? ലൈക്ക് യു ഹാവ് മെനിയാക് റോൾസും ഇപ്പോൾ മെനിയാക് ഡിസേർട്ടും ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തു. റെസ്റ്റോറൻ്റ് എന്ന് വെച്ചാൽ ഞാൻ പണ്ടേ ഒരു ആഗ്രഹമുണ്ട്, ബിസിനസ് തുടങ്ങണം. ആ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ കോളേജ് തീർന്ന് ഒരു മാസം വെറുതെ ഇരുന്ന എന്തെങ്കിലും തുടങ്ങണമെന്ന് വെച്ച് കുറേ റിസർച്ച് ചെയ്ത്. ഇപ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു സ്മൂച്ചോ, ആ ടൈം ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതിനെ ഫ്രാഞ്ചൈസി എടുത്ത് ചെയ്യാന്നുള്ള ഒരു മൈൻഡിൽ അതിനെ കൂടി അടിച്ച് സ്പോട്ടെല്ലാം ഇങ്ങനെ നോക്കി. ലാസ്റ്റ് നോക്കുമ്പോൾ ഫണ്ട് റെഡി ആകുന്നില്ല, വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, എവിടെ നിന്ന് ഫണ്ട് റെഡി ആകുന്നില്ല. പിന്നെ ലോണും പരിപാടിയും ഒന്നും നമ്മൾ ചെയ്യാത്തതുകൊണ്ട്, ആ ഒരു പരിപാടിക്ക് കിട്ടാത്തതുകൊണ്ട് എങ്ങനെ ഫണ്ട് റെഡി ആകുന്നില്ല. അപ്പോൾ കുറേ അതിൻ്റെ ബാക്കിലായിരുന്നു, ഒന്നും നടക്കുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ച് സ്വന്തം ബ്രാൻഡിൽ എന്തെങ്കിലും തുടങ്ങിക്കൂടെ. അങ്ങനെയാണ് സ്വന്തം ബ്രാൻഡിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പാർട്ട്ണറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പെട്ടെന്ന് തുടങ്ങാൻ പറ്റി. അപ്പോൾ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് അടിപൊളിയായിട്ട് പോകാനും പറ്റി. അപ്പോൾ മേനിയാക് റോൾസ് തുടങ്ങിയപ്പം നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്താ മേനിയാക് റോൾസിലുള്ള ഒരു പ്രത്യേകത? നമ്മളെ ബ്രാൻഡിൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ തവ റോൾസ് ചെയ്യുന്നുണ്ട്. എവിടെ പോയാലും റോൾസ് കുറേ ടൈപ്പ് കിട്ടും, പക്ഷെ എല്ലാം എന്താണ്, ഒരേ മീറ്റ് ഡിഫറെൻറ്റ് സോസസ് ആയിരിക്കും. നമ്മൾ ഓരോ മീറ്റും ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരിക്കും. അത് ഓരോ ഫ്ലേവർ ചിക്കൻ ആയിരിക്കും. എല്ലാ മീറ്റും മാറും. ചിക്കൻ തന്നെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മൾ സോസും എല്ലാം മാറും. അതാണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ തവയിൽ ഉണ്ടാക്കുന്നതാണ്. തവയിൽ വെച്ചാൽ നമ്മൾ സ്പെഷ്യൽ കുറേ മണിക്കൂർ കുക്ക് ചെയ്ത് അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ സാധനം ഉണ്ടാക്കുന്നത്. പക്ഷെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു നോർമൽ റോളായിട്ട് അങ്ങനെ കുറേ ഫീൽ ചെയ്യും, കുറേ ഫ്ലേവേഴ്സിൽ. പക്ഷെ അതിൽ അണ്ടറിൽ കുറേ വർക്കുണ്ട്. ഇപ്പം ഞാൻ ഒരു മീറ്റിൻ്റെ മാരിനേഡ് വ്യത്യാസമുണ്ട്. എല്ലാത്തിനും മസാല വ്യത്യാസമാണ്. നമ്മളിപ്പോൾ തന്നെ 6 ഫ്ലേവേഴ്സ് ഉണ്ട്. ഇനിയും പുതിയ കുറേ എഴുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ എനിക്ക് എല്ലാ റോളും വേറെ ടേസ്റ്റ് കിട്ടും. എല്ലാ മീറ്റും വേറെയാണ്. അതാണ് മെയിൻ ഹൈലൈറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ 50K ഉണ്ട്. ഇപ്പോൾ ഈ 50K നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാണുന്നുണ്ട്, പിന്നെ 50K ആൾക്കാർ റിവ്യൂസ് വരുന്നുണ്ട് എന്നുള്ളൊരു പ്രഷറില്ലേ, അതെങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യും? അങ്ങനെ ആദ്യം വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും, ആൾക്കാർ എന്ത് വിചാരിക്കും, ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും. ഞാനിപ്പോൾ ലൈവ് വോയിസ് ഒന്നും വീഡിയോ ഇല്ല, വീട്ടിൽ വോയിസ് ഓവറായിരുന്നു. ഞാൻ ചിന്തിച്ച് എന്തിനും എൻ്റെ വീഡിയോ ഞാൻ അടിപൊളിയാക്കിയാൽ എനിക്ക് ഉപകാരം, ഞാൻ എന്തിനാ വേറെ ആൾക്കാരെ ചിന്തിക്കുന്നു. അത് നല്ലൊരു മാറ്റം കേട്ടോ. മീൻസ് ഇനീഷ്യലി നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഒരു സംഭവമാണ്. മീൻസ് നമ്മൾ വീട്ടിലെത്തിയിട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ വെച്ചാൽ പലപ്പോഴും നമ്മൾ ആ ഒരു കഴിച്ചതിന്റെ ഫ്ലേവർ സംഭവം കുഴഞ്ഞു പോകാനും മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിന്ന് ലൈവായിട്ട് നമ്മളൊരു സംഭവം ഇടുമ്പോൾ വെച്ചാൽ നമുക്ക് അതിന്റെ ഒരു ഒത്തന്റിക് ഇൻ ദാറ്റ് നേച്ചർ ആ ഒരു എൻവയൺമെന്റിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് വേറെ തന്നെ ഒരു ഇമ്പാക്റ്റ് ആണ്.
വീടിൻ്റെ ക്വാളിറ്റി നല്ല രീതിക്ക് കൂടും. ആദ്യമേ ആൾക്കാരെന്ന് വിചാരിച്ചാൽ എന്ത്, നമ്മൾ ചെയ്യുക, നമ്മൾ പോവുക. ഫസ്റ്റ് ഫുള്ള് ഷൈ ചെയ്യുന്ന ആൾക്കാരിങ്ങനെ നോക്കും, എന്ത് ചെയ്യും, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റൂലേ. ഞാൻ പിന്നെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. എന്താ ആൾക്കാർ വിചാരിച്ചാലും എന്ത്, നമ്മളെ കാര്യം ചെയ്ത് നമ്മൾ പോവുക, നമ്മളാരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നമ്മൾ നമ്മളെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നു. അതിനിടയ്ക്ക് നിങ്ങളിപ്പോൾ കുറേ കഫേന്ന് പോയിട്ട് ഫുഡ് കഴിച്ച് വരുന്നതല്ലേ, അപ്പോൾ ഈ തവ റെസിപ്പിയിലേക്ക് എത്താൻ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്താ? ഞാൻ കോഴിക്കോട് ഒരു 1 മന്ത് നിന്നിന് കോളേജ് കഴിഞ്ഞ ശേഷം. അപ്പോൾ അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാൽ ലോഡർ ഫ്രൈസ്, റോള്, ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ അവർ യൂസ് ചെയ്യുന്നത് തവ ചിക്കനാണ്. പക്ഷെ അവർ ഒറ്റൊരു മീറ്റ് തവ ആണ് റോളിന് ലോഡറിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചാൽ അതിന് കുറച്ച് സെയിം കോപ്പി അടിക്കാണ്ട് അതിൽ നിന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് മാർക്കറ്റിലേക്ക് വരാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തവ ചിക്കന് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ കൊടുക്കാമെന്നുള്ള മൈൻഡിൽ തുടങ്ങി. അവരെ വെച്ചാൽ ഒറ്റൊരു മീറ്റാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. ആദ്യം ഒറ്റയ്ക്ക് തന്നെയായിരുന്നോ? ഒറ്റയ്ക്ക് തന്നെ 1 മന്ത് ഞാനിങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരുന്ന് അവിടെ ഇങ്ങനെ വ്ളോഗിങ്ങെല്ലാം ചെയ്യും. അപ്പം അങ്ങനെയാണ് ഒരു ഷോപ്പ് ഇങ്ങനെ കാണുന്നത്. ആ ഷോപ്പിൽ അങ്ങനെയാണ് നമുക്ക് നല്ല ഹെൽപ്പും ചെയ്ത്, നമുക്ക് കുറേ ഇൻഫോർമേഷൻ തന്ന്, കുറേ ഹെൽപ്പ് അവർ ഭാഗത്തും ചെയ്തു തന്നു. അതുകൊണ്ട് എനിക്ക് എവിടെ ഇപ്പോൾ എത്താൻ പറ്റുക. അയാളാണ് എനിക്ക് സ്റ്റാർട്ടിങ് പോയിന്റ് തന്നത്. നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അതേ നീച്ചിലുള്ള ആളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ നമ്മൾ ഐഡിയ സ്റ്റീൽ ചെയ്യുന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു മൈൻഡ് ഉണ്ടോ? ലൈക്ക് എനിക്ക് ആ ഒരു ട്രബിൾ ഞാനിപ്പോൾ ഫീൽ ചെയ്യലുണ്ട്. നമ്മളൊരു നീച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതേ നീച്ചിലുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ നമ്മൾ ഐഡിയ സ്റ്റീൽ ചെയ്യുമോ എന്നുള്ള ഒരു സാധനം എനിക്കങ്ങനെ തോന്നുന്നില്ല. എൻ്റെ ഐഡിയ എനിക്ക് മാത്രമേ വൃത്തിക്ക് ചെയ്യാൻ പറ്റൂ, മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് നല്ല പോയിന്റ്. കോൺസെപ്റ്റ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അതിലുള്ള വർക്ക് ചെയ്യാനുള്ള ഐഡിയ. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും, എനിക്ക് ആ ഐഡിയ മാത്രമേ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ തന്നെ ഞാൻ എങ്ങനെ മൂവ് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം, ഏത് രീതിയിൽ പോകണം എന്നുള്ളത് എനിക്കറിയും. കോൺസെപ്റ്റ് മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് അറിയൂ. ആ ഒരു കംപ്ലീറ്റ് വിഷൻ നമ്മൾ മാത്രമായിരിക്കും സ്വന്തം മാത്രമേ. നമ്മളെ സ്റ്റാഫിന് ട്രെയിൻ ചെയ്താലും നമ്മളെ ഉള്ളിൽ ഏറ്റവും ലാസ്റ്റ് എൻഡ് അവിടെ നമ്മളെപ്പോഴും നമ്മളെ ബിസിനസ്സിൽ ഇൻവോൾവ് ആണെന്ന് പറയുന്നത്. കാരണം നമ്മളുണ്ടായാലും ആ ക്വാളിറ്റിയും എല്ലാം ഇങ്ങനെ പോകും. കാരണം നമ്മളതിലെ എല്ലാം ഉള്ളത് ഉള്ളിൽ. പിന്നുള്ളതെന്ന് വെച്ചാൽ ഗേറ്റ് കീപ്പ് ഇൻഫർമേഷൻ. ലൈക്ക് നീ ഒരാളടുത്ത് നിൻ്റെ ഐഡിയ പിച്ച് ചെയ്തിട്ട് അവരെ അഡ്വൈസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സർഫേസ് ലെവലിൽ നിന്ന് മാത്രമേ പഠിച്ചിട്ട് വർത്താനം പറയാമെന്നുള്ളൊരു ഇത് മാത്രമാണ്. ബിക്കോസ് ഇഫ് യു ഡോണ്ട് ഗേറ്റ് കീപ്പ് യുവർ സീക്രറ്റ്സ്, ഒബ്വിയസ്ലി നിങ്ങളെ ലീസിലുള്ള ആളാണെങ്കിൽ പിന്നെ ദേ ഹാവ് ദ ക്യാപിറ്റൽ ടു എക്സിക്യൂട്ട് ഇറ്റ്. ഒബ്വിയസ്ലി അവർ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കും. ഇഫ് ഇറ്റ്സ് ദാറ്റ് ഗുഡ്, ഓക്കെ, ഇഫ് ഇറ്റ്സ് ദാറ്റ് ഗുഡ് ഓഫ് എൻ ഐഡിയ. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഗേറ്റ് കീപ്പ് what's your specialty and move from it. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ കമ്പനി ഇപ്പോൾ ഒരു ബയോടെക്നോളജി ജനറ്റിക്സ് ഫീൽഡിലാണ്. അപ്പോൾ ഈ ഫീൽഡിൽ ഇപ്പോൾ നല്ലോണം ഉള്ളൊരു പ്ലെയറാണ് വി റൂട്ട്സ് ഉണ്ട്, കൊച്ചിൻ ബേസ്ഡ് കമ്പനിയാണ്. അതിൻ്റെ ഓണറിനൊക്കെ സംസാരിക്കുന്ന ചാൻസ് കിട്ടിയിരുന്നു. മിസ്റ്റർ സജീവ് എന്നായിരുന്നു എൻ്റെ പേര്. മിസ്റ്റർ സജീവിൻ്റെ ഒരു എന്താ പറയുക മീറ്റിംഗ് കിട്ടാനുള്ള ചാൻസ് കിട്ടിയത് തന്നെ ഭയങ്കര വലിയ ഗൗരവം ഓപ്പർച്യൂണിറ്റി. പക്ഷെ മുമ്പിലിരുന്ന് പണിക്കൊരു പേടിയാ. He has the capital to execute the stuff. He has the knowledge more than me to execute my idea, and he has the resources to do it as well. So പറയണു എന്നുള്ള ലെവലിലാണ്. പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുത്ത് but the thing I got in return was more valuable advice rather than him stealing the idea. അതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് he has his own plans, his own structure. ഇപ്പം നിഹാദ് പറഞ്ഞ പോലെ തന്നെ everyone has their own plans how to expand their business and how to build their empire. അപ്പൊ നിനക്ക് നിന്റെ എംപയർ എങ്ങനെ ഉണ്ടാവണമെന്ന് എനിക്കുള്ള ചിലപ്പോൾ വേറെ ആക്കുണ്ടാകും. So even if they copy your idea, they will execute it in a different manner. And the resources they will have is completely different from what you have. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്താൽ ലബാനി ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. ഗൾഫിലെ കോപ്പി അടിച്ച് ഇവിടെ കുറേ ഇന്ത്യൻ ബ്രാഞ്ച് വന്ന്. പക്ഷേ ആ ഇന്ത്യൻ ബ്രാഞ്ചിൽ എത്ര ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കിയാൽ മതി. കുറേ എണ്ണം ഡെയിലി വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ ഐഡിയ ആണ്. പക്ഷെ എന്താണ് അവരെ ബാക്കിലുള്ള വർക്ക് ഡിഫറെൻറ്റ് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചില 1-2 ബ്രാൻഡ് മാത്രം നമുക്ക് അറിയുന്നുള്ളൂ. ബാക്കി കുറേ സ്റ്റോപ്പായി പോകുന്നത്. കാരണം എന്താ അവർക്ക് ആ ഐഡിയ ഉള്ളൂ, അതെങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള ഐഡിയ അവർക്കില്ല. അപ്പം നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റസ്ഗാക്കായാലും നിഹാദായാലും സിനാനായാലും നമ്മളെ
ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ലൈക്ക് യു ഓൺ എ ഫീൽ ദാറ്റ് അലോൺ ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം ആസ് എ ഫൗണ്ടർ ആൻഡ് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ വാട്ട് ആർ ദ സാക്രിഫൈസസ് ദാറ്റ് യു ഹാഡ് ടു ഡു ലൈക്ക് ടു മെയിൻറ്റെയിൻ ദിസ് കൈൻഡ് ഓഫ് പൊസിഷൻ ആൻഡ് ഓൾസോ ആ ഒരു കമ്പനിയെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്? എൻ്റെ ഇതിൽ മെയിൻ ഫാമിലി ഫ്രണ്ട്സ് അത് കുറേ മിസ്സിങ് ആണ്. ഫാമിലി ആയിട്ടുള്ള മെയിൻ ഇല്ല. എൻ്റെ ഫാമിലി പുറത്താണ്, അപ്പോൾ അവരായിട്ടുള്ള കോണ്ടാക്റ്റ് കുറവാണ്. പിന്നെ ഫ്രണ്ട്സായിട്ടും എപ്പോഴും ഇറങ്ങാൻ കഴിയില്ല. നമുക്ക് ഫ്രീ ഉള്ളപ്പോൾ ഇറങ്ങാൻ കഴിയും. പക്ഷെ പുറത്തുനിന്ന് ആൾ കാണുന്ന വിചാരിക്കും ഇവൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു വൈബാണ്. പക്ഷേ അങ്ങനെയല്ല ശരിക്കും പറയാം. നമ്മളൊരു ടൈമിൽ ഫ്രീ ഉള്ളപ്പോൾ നമ്മൾ പോകുന്നുണ്ടാവും. നമുക്ക് കുറേ കാര്യങ്ങൾ മിസ്സാവും. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ എൻ്റെ പണ്ടേ ഒരുമിച്ചുള്ളത് എൻ്റെ ഫ്രണ്ടാണ്. ഓൻ ഗൾഫിൽ പോകുന്നു, എനിക്ക് ഓനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഒരു ഉള്ളി തട്ടിയ സംഭവമാണ്. എന്നുവെച്ചാൽ ചെറുപ്പത്തിൽ ഒരുമിച്ചുള്ള ചങ്ങായിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പറ്റില്ല. അതാണ് എനിക്ക് മെയിൻ പ്രശ്നം. എന്ത് ചെയ്തു അന്ന് എനിക്കൊരു ഷോപ്പിൽ അർജൻറ്റായിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു വെറുതെ ഇരിക്കുന്ന ആൾക്ക് എന്തും പോവാം. പക്ഷെ നമ്മളൊരു ഇവിടെ ഒരു എംപയർ ആക്കാൻ നോക്കുന്നു. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ചിലപ്പോൾ ഫ്രണ്ടിൻ്റെ പരിപാടിക്ക് പോകാൻ കഴിയില്ല, മംഗളത്തിന് പോകാൻ കഴിയില്ല, ഫാമിലിയിൽ സ്പെൻഡ് ചെയ്യാൻ കുറവായിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളൊറ്റയ്ക്ക് തന്നെയാണ്. നമ്മൾ ഇപ്പം മറ്റേ ഷെയ്നികം ഇതിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒറ്റപ്പെടലിനെ നമ്മൾ എന്ത് ചെയ്യുക, ചേർത്ത് പിടിക്കുക. വേറൊന്നുമില്ല. ഇപ്പം ഞാനിപ്പം ഐ ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് ദിസ് തിങ് ദാറ്റ് ഐം ഡൂയിങ് റൈറ്റ് നൗ. ഓക്കെ, കൂടുതൽ കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ ആക്കി വെച്ചതേ ഉള്ളൂ. അറിയേണ്ട ആൾക്കാരെല്ലാം അറിഞ്ഞിട്ട്, അല്ലാണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ ചാനൽ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു പേടിയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു പേടിയുണ്ട് നിങ്ങളടുത്ത് പറയുമ്പോൾ. കാരണം ഇത് ഈ പോഡ്കാസ്റ്റ് പോസ്റ്റ് ചെയ്തതിന് ഏടെല്ലാം എത്തും നമുക്കറിയില്ല. ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ ക്യാപിറ്റലും റീസോഴ്സസും പിന്നെ കുറച്ചൊരു ഇതുള്ള ആള്, ചോരത്തെടുപ്പിലുള്ള ആള് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ തുടങ്ങാനുള്ള സംഭവമേ ഉള്ളൂ. ബട്ട് യാ, ടെക്നിക്കലി നമ്മളെ ആപ്പ് എന്ന് പറയുന്നത് ഇസ് ലൈക്ക് എന്താ പറയുക, ഈ ഏർബൻ കമ്പനിയിലും പോലത്തെ ടൈപ്പ് ആപ്ലിക്കേഷനാണ്. ഏർബൻ കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കിപ്പം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വർക്ക് ആവശ്യമുണ്ട്. വർക്ക് ഇൻ ദ സെൻസ് ഇപ്പം ഇലക്ട്രീഷ്യൻ പണി അല്ലെങ്കിൽ പ്ലംബർ, കാർപ്പൻറ്റർ, ഇങ്ങനത്തെ എല്ലാം ആവശ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ത്രൂ ആളെ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇവർ വരും, നമ്മളെ സംഭവങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ അവർ നോക്കിയിട്ട് ഫിക്സ് ചെയ്തിട്ട് അവർ പോകും. അതാണ് സംഭവം. ബേസിക്കലി ഐഡിയ അതാണ്. ഇത് നമ്മളെ തലയിലേക്ക് എവിടെ വന്നതെന്ന് വെച്ചാൽ ഇനീഷ്യലി നമുക്ക് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ നാട്ടിൽ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഇല്ല. കാരണം നമ്മൾ വളരുന്നത് കേരളത്തിലാണ്, കേരളത്തിൽ കണ്ണൂരാണ്. കണ്ണൂർ പൊതുവെ ഒരു ആപ്ലിക്കേഷൻ ഇല്ല. സ്വിഗ്ഗിയിൽ ഇപ്പം അടുത്താണ് വരുന്നത്. കൊച്ചിയിലും ആ ഒരു സമയത്ത് എന്താ പറയുക, ഐ തിങ്ക് 6-7 years ബാക്ക് ഇറ്റ് സെൽഫ് ഒരു നല്ല രീതിയിൽ ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. നമ്മളിവിടെ ഊബർ ഇല്ല, പിന്നെ ഓല, ഇങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ഓല എന്ന് പറഞ്ഞിട്ട് മുമ്പ് ടാക്സി സർവീസ് ഉണ്ടായിരുന്നു. അവർക്ക് ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, അത് വേറെ. ഓലക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഉമ്മ ഇങ്ങനെ വന്നിട്ട്, എടാ ഒന്ന് തേങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഓറ് വിളിച്ചുമാടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ ഇയാളെ വിളിച്ച്, ഇയാളാ മോനെ ഇന്ന് വരും, നാളെ ഷുവർ. ആ പുറക്കിയെടുക്കുന്ന ഏച്ചീനെ കിട്ടിയില്ല, തേങ്ങ ഉറക്കുന്ന മറ്റന്നാളാ പക്ക. ഇയാളിത് നാളാ മറ്റന്നാളാ അതിൻ്റെ അപ്പുറം എന്നെല്ലാം പറഞ്ഞിങ്ങനെ ഇങ്ങനെ ലാഗേഷ് കനകരാജായിട്ട് ഇയാളിങ്ങനെ നിൽക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആലോചിച്ചല്ല, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം നാട്ടിൽ ഇയാള് മാത്രമല്ല തെങ്ങ് കയറുന്ന ആള്, പല ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കാർക്കും അറിയില്ല. നമ്മളെ കമ്മ്യൂണിറ്റിയിൽ, നമ്മളെ വീടിൻ്റെ ആ ഒരു ഏരിയയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സത്യേട്ടനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാസ്കരേട്ടനോ ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് അറിയില്ലോ. ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലെ ബാക്കിയുള്ള എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരെ അറിയില്ലോ. ആൾക്കാർ ഇല്ലായിട്ടല്ല. സോ ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അൺഅവൈലബിലിറ്റി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്, കുറെ ആൾക്കാർക്ക് ഈ ഒരു ഫീൽഡിൽ ഉള്ള ആൾക്കാർക്ക് വർക്ക് ഇല്ല. അതിന് ഒരു ആപ്ലിക്കേഷൻ ആക്കിയാലോ, നിർമ്മിച്ചാലോ, എന്താണ് നഷ്ടമില്ലല്ലോ. അപ്പോ നമ്മൾ ഇനീഷ്യലി ഇതൊരു കണ്ടുപിടുത്താണ്, ഇത് സക്കർബർഗ് മറ്റേ ഫേസ്ബുക്കിലും കൊണ്ടുവന്നാൽ ഇത് കത്തും എന്നുള്ളൊരിതിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് തപ്പി നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നോർത്ത് സൈഡാണ്. പിന്നെ അത് മാത്രമല്ല, ഇവരതെല്ലാവരും റവന്യൂ മോഡലും സംഭവം വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് അതിൽ ഒരു പുതുമയുണ്ട്. നമ്മളെ ആ ഒരു കോർ കോൺസെപ്റ്റില് പുറത്തുള്ള ഐഡിയ നിങ്ങൾക്ക് കാണുമ്പോൾ പിക്ചർ സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവം വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മളുടെ വിജയം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലത്തെ സംഭവം അമേരിക്കയിലുണ്ട്. അപ്പം ടാസ്ക് റാബിറ്റ് എന്ന് പറഞ്ഞ US ഒരു
ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവര് 1990s സംഭവം എസ്റ്റാബ്ലിഷ് ആയതാണ്. അവർ ആ ഒരു സമയത്ത് ഒരു കമ്മ്യൂണിറ്റി പോലെ ഇങ്ങനെ കൊണ്ടുപോയി, പിന്നെ വെബ്സൈറ്റിലേക്ക് മാറി, പിന്നെ ആപ്ലിക്കേഷനിലേക്ക് മാറി. അതിന്റെ ഇടയിൽ ഐക്കിയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്, ഫേർണിച്ചറിന്റെ ഇതിൻ്റെല്ലോ. ഐക്കിയ ഇവരെ പർച്ചേസ് ചെയ്ത്, ഐക്കിയ ഇപ്പത്തെ ഇവരെ പാരന്റ് ഓർഗനൈസേഷൻ അക്വിസിഷൻ ചെയ്തു. അപ്പം ഐക്യ ഇപ്പം ബാംഗ്ലൂരിലുണ്ട്. ഇവർക്ക് എപ്പം വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എന്തായാലും നാട്ടിൽ ഡിപ്ലോയ് ചെയ്യാം. ബിക്കോസ് ഇപ്പം ഏർബൻ കമ്പനി ഇവിടെ വന്നുകൊണ്ട് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അപ്പം ഇറ്റ്സ് എ റേസ് അഗൈൻസ്റ്റ് ടൈം. നമ്മളിപ്പോൾ ഈ ഒരു സാധനം ഇതിന്റെ ഐഡിയന്റെ മുകളിൽ ഇരിക്കുന്നത് 2024 ഡിസംബറിലാണ്. നമുക്ക് ഡേറ്റ് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഞാൻ കുർക്കുറേന്റെ പഫ്കോണും തിന്നുകൊണ്ട് വെള്ളിക്കീല് നമ്മളെ ആടെ ഒരു ചെറിയ എക്കോ പാർക്ക് ഉണ്ട്. ആടെ ഇങ്ങനെ ഗ്രാനൈറ്റിനെ തട്ടുന്ന മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോ അടി ഇത് നമുക്ക് ആക്കിയാലോ. മുക്താർ എന്താ പറയുന്നതാണ്, നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യാൻ പോയത് കോൺസെപ്റ്റ്സിന്റെയും പിന്നെ അതേപോലെ തന്നെ ലീവ് ഗ്ലോബലിന്റെയും കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അന്നേരം ഞാൻ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ. അതിന്റെയും മുമ്പ് ഒരു 1.5-2 കൊല്ലം മുമ്പ് നമ്മൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത്, IT പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ രാത്രി ഫോണിൽ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞത്. കാരണം ഇത് മുമ്പ് എപ്പോൾ ഒരിക്കാൻ ഉപ്പ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വർക്കേഴ്സിനെ എല്ലാം എടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആക്കുന്നത് നല്ലൊരു സംഭവമാണ്. വെറുതെ ഉപ്പാന്റെ വായി ഇങ്ങനെ വീണു പോയതാണ്. അത് ജസ്റ്റ് ഒന്ന് പലപ്പോഴും ചർച്ചയാക്കിയിട്ടുണ്ടായി. പിന്നെ അത് നമ്മൾ അന്നേരം തന്നെ വിട്ടു. ജസ്റ്റ് കാഷ്വൽ കോൺവെർസേഷൻ. ഇത് വയ്യ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് എസ്കലേറ്റ് ചെയ്തിട്ട് എത്തുന്നു നമ്മൾ വിചാരിച്ചിട്ടില്ല. ഇപ്പം അൽഹംദുലില്ലാ ആപ്പ് ഇസ് ഓൾമോസ്റ്റ് റെഡി. നമ്മള് ഇനി കുറച്ച് ബാക്കിയുണ്ട്. ബട്ട് സാധനം എന്തായാലും ഐ തിങ്ക് വിത്തിൻ നെക്സ്റ്റ് 4-5 months നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഉറപ്പൊന്നും പറയുന്നില്ല, ബിക്കോസ് എന്തായാലും 1.5 കൊല്ലം കഴിഞ്ഞ്. നല്ല ലാഗാണ് ശരിക്കും പറഞ്ഞാല്. ബട്ട് നമുക്ക് വേറെ ക്യാപിറ്റലോ സംഭവം ഒന്നുമില്ല. നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അവരിതിൽ ചെയ്യുന്നതാണ്. അപ്പം കോൺസെപ്റ്റ് ആണ്. കേരളത്തിൽ അങ്ങനെ നല്ലൊരു അറിയപ്പെടുന്ന ഇതില്ല. പക്ഷെ ദാറ്റ് ഇസ് ദ ട്വിസ്റ്റ്. നമ്മളിത് കേരളത്തിൽ ഡിപ്ലോയ് ചെയ്യുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഔട്ട്സൈഡ് കേരളയാണ്, ബട്ട് സൗത്ത് ഇന്ത്യ ഇറ്റ് സെൽഫ്. കേരളത്തിനായി കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഇപ്പം ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഔട്ട് ഓഫ് നോ വെയറിലും വരുന്നതാണെങ്കിൽ യൂണിയൻകാർ ഒരു മീറ്റിംഗ് കൂടും. ഓറ് കൂടിയിട്ട് ഓറ് ചർച്ചയാക്കും, ഓറ് തീരുമാനങ്ങൾ എടുക്കും. പിന്നെ യൂണിയൻകാരുടെ തീരുമാനമാണ് ഫൈനൽ. ബിക്കോസ് നമുക്ക് അതിന്റെ മോള് വേറൊന്നും ചോദിച്ചാലും കഴിയില്ല, അടിക്കാരണം കിട്ടും. അപ്പൊ നമ്മൾ മാക്സിമം പക്ഷെ പറഞ്ഞാൽ നല്ലതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയാണ്. നമ്മളിപ്പോ ഫേസ് ചെയ്യുന്ന പ്രശ്നം അത്. ഷോപ്പിൽ എന്തെങ്കിലും പെട്ടെന്ന് പണിയെടുക്കണ പണിക്കാരെ കിട്ടൂല. നമുക്ക് അറിയുന്ന 1-2 ആളുണ്ടോ ഇലക്ട്രീഷ്യനല്ലോ, 2 ആള്. ഇല്ലാത്ത തിരക്കുമായിരിക്കും. ഇപ്പൊ കളക്ടറിന്റെ കാര്യം തിരക്കി ഇപ്പൊ ഇലക്ട്രീഷ്യനാ, എങ്ങനെ വിളിച്ചാൽ കിട്ടൂല. മൂപ്പര് എൻ്റെ നാട്ടില് ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്. അവരെ വിളിച്ചേനല്ല. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം, അത് വരെ ഞാൻ ഫുൾ ബിസിയാണ്. ഓരോ വീട്ടിൽ ഇങ്ങനെ അങ്ങനെ പണിയുണ്ട്. പക്ഷേ അല്ലേ വേറൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ എന്താ അറിയോ, ഇലക്ട്രീഷ്യനെയും പ്ലംബേഴ്സിനെയും വെച്ചിട്ട് തന്നെ ഉള്ളൊരു കമ്പനി. സോ തളിപ്പറമ്പ് ഇപ്പോൾ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്ലംബേഴ്സും ക്ലീനേഴ്സും വെച്ചിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി. അവർ സർവീസും പ്രീമിയം സർവീസാണ്. ലൈക്ക് അറൗണ്ട് 15,000 ആണ് ഒരു ദിവസത്തേക്കല്ലോ. വീട് മൊത്തം ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ. അതേപോലെ തന്നെ പ്ലംബേഴ്സിനും ഇലക്ട്രീഷ്യൻസിനും. സോ എന്താ ആ ഒരു ആപ്ലിക്കേഷൻ ത്രൂ അവരെ കമ്പനിയിലേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നിട്ട് ചെയ്യുന്നതല്ലേ അല്ലേ. പിന്നെ സിനാമിന് ഇപ്പം തുടങ്ങുന്നു അതിന്റെ കുറച്ച് കാര്യങ്ങളിലായിട്ട് തുടങ്ങുന്ന ഒരു റൂട്ടിലേക്ക്. വാട്ട് ഈസ് ദ ഡിഫിക്കൽട്ടീസ് യു സീ ആസ് സ്റ്റാർട്ടിങ് ഓൺട്രപ്രണർ ആൻഡ് സ്റ്റാർട്ടിങ് ഇൻഫ്ലുവൻസർ? ഞാൻ ആദ്യം എനിക്കുണ്ടായ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ഇത് കുറേ ആൾക്കാരോട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇൻഷാല്ലാ ഈ പറഞ്ഞ പോലെ എന്തായാലും എക്സ്പോസ് ചെയ്യാണ്. റംസാന് ശേഷം ഒരു കഫേ ഓപ്പൺ ആക്കാനുള്ള ഒരു പ്ലാനിലാണ്. പക്ഷെ അതൊരു ഡിഫറെൻറ്റ് യൂണിക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് ചോദിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഓരോ ഐഡിയ സ്റ്റീലോ എന്നുള്ള വെച്ചിട്ട് ഞാൻ പറയാൻ നിൽക്കുന്ന. അതുകൊണ്ട് മെയിൻലി നമ്മൾ നോക്കുന്ന ഓപ്ഷൻ ChatGPT. എക്സ്പീരിയൻസ്ഡ് ആളോട് ചോദിക്കുന്ന നല്ലൊരു ഇൻഫോർമേഷൻ കിട്ടും. ഞാനിപ്പം ഇതിന്റെ മുകളിൽ ഇനീഷ്യലി കുറെ ടെൻഷൻ അടിച്ച് കളിച്ചു. മീൻസ് ഇപ്പൊ നമ്മൾ ഓരോ ആൾക്കാരെ കാണാൻ പോകുമ്പോൾ ഇനീഷ്യലി നമുക്ക് ഡെവലപ്പേഴ്സ്, നമ്മൾ ഡെവലപ്പിംഗ് ബാക്ക്ഗ്രൗണ്ട് നല്ല ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഇപ്പം സെപ്റ്റോയിലും കത്തിക്കറി സെപ്റ്റോന്റെ 2 പാർട്ട്നേഴ്സ് എന്താണ്, ഫൗണ്ടേഴ്സ് എന്താണ്, ഒരു ഡെവലപ്പേഴ്സാണ്. നമ്മളിത് കാലി BCom വെച്ചിട്ട് ഒരു ആപ്പിൽ ഉണ്ടാക്കണം എന്നുള്ള പറഞ്ഞിട്ട് അവർ ഇതിൽ ഇറങ്ങുമ്പോൾ
കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, നാളെ തപ്പലും ഇതാക്കില്ലല്ലോ. അപ്പൊ നമ്മൾ 2-3 ഡെവലപ്പേഴ്സിനെ കണ്ട്, ഫ്രീലാൻസേഴ്സിനെ കണ്ട്, പിന്നെ ഇങ്ങനത്തെ ഏജൻസീസ് കമ്പനീസിനെ കണ്ട്, സോഫ്റ്റ്വെയർ കമ്പനീസിനെല്ലോ ആദ്യം നമുക്ക് നമ്മളെ ആപ്പിന്റെ ഫുൾ ഇത് പറഞ്ഞു കൊടുക്കാനും ഒരു പേടിയാണ്. പക്ഷെ എന്റെ ഒപ്പം ഉള്ളത് മുക്താറായതുകൊണ്ട് മുക്താർ പിന്നെ പറയുന്ന ഒരു ഫ്ലോയിൽ ഫുൾ അങ്ങനെ തന്നെ ഭയതോരം നല്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഭയ്യ നമ്മൾ ആദ്യം കാണാൻ പോയ ഫ്രീലാൻസറിന്റെ സംഭവം ഏകദേശം ഒരു ഐഡിയ കിട്ടി. ഇത് വേറെ തന്നെ ഒരു പോർട്ടൽ കണക്കിയാണല്ലേ. അപ്പോ നമ്മൾ അന്നേരം അത് വിചാരിക്കും, നമ്മ ഇത് ഓരോ സാധനം ഇങ്ങനെ നമുക്ക് ആപ്പിൽ ഇന്നിന്ന് ഇത് വേണം. പിന്നെ ആപ്പിൻ്റെ അകത്ത് ഇവർക്ക് ഈ വർക്കേഴ്സിന് പ്രൊഫൈലെല്ലാം ബിൽഡ് ചെയ്യാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ പ്രൊഫൈലിലാക്കുന്ന പോലെ ഇവിടെ അവരെ പ്രൊഫൈൽ മീൻസ് അവർ ചെയ്ത വർക്ക്സ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പൈപ്പ് ഫിക്സ് ഹോകയാ അങ്ങനത്തെ എല്ലാം സംഭവങ്ങൾ. അപ്പം അതിന്റെ ബേസിൽ റിവ്യൂസ് കോമന്റ്സ് സംഭവം വരുമല്ലോ അതിൽ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ വേറെ. പിന്നെ അതുപോലെ തന്നെ റീൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ. റീൽസ് ഇൻ ദ സെൻസ് അവർ എടുക്കുന്ന വർക്ക്സിന്റെ അവർക്ക് ഡോക്യുമെന്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതിൽ നമുക്ക് ഇനീഷ്യലി പ്ലാനിൽ ഉണ്ടായതാണ്. ഇതെല്ലാം ഇങ്ങനെ പോയി ആടെ നമുക്ക് കിട്ടിയ ഐഡിയ എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മളെ ആപ്പിന്റെ കോർ ഫംഗ്ഷൻസ് അല്ല. ഇതൊന്നും നമുക്ക് ഇപ്പോഴേ ഡിപ്ലോയ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതിന്റെ എല്ലാം മെയിൻ്റെനൻസ് കോസ്റ്റ് എന്നെല്ലാം പറയുന്നത് നമ്മളെ കൈ വിളിച്ച് വരുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ ഫ്രീലാൻസറിനെ കാണുമ്പോൾ ഒരു ബഡ്ജറ്റ് ഇട്ടാന്ന് നല്ല പുഡിങ്ങനെ ഇട്ടാന്ന് ഒരു വണ്ടി വാങ്ങേണ്ട പൈസയായി. നമ്മൾ നോക്കി വേണ്ട നമുക്ക് എടുത്ത് കളയാം. ജീവാഗൻ ഒന്നാവില്ല അപ്പൊ അതിൽ കുറച്ച്. പക്ഷെ ഐ തിങ്ക് സോ മെയിൻ്റെനൻസ് കോസ്റ്റ് സംഭവം ഇതാക്കുമ്പോൾ ആ ഒരു ലെവലില് സെർവറെല്ലാം ബിൽഡ് ചെയ്തിട്ട് എത്തുമ്പോൾ എന്തായാലും ഒരു ജീവാഗൻ അല്ലെങ്കിലും നമുക്കൊരു വോൾവോ XC90 നോക്കിയേക്കാം. അപ്പൊ ആ ലെവലിൽ എന്തായാലും എത്തുമായിരിക്കും. പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ആ വണ്ടീന്റെ ഡോർ എടുത്ത് മാറ്റി ടയർ എടുത്താണ് ഇപ്പം ഒരു സീറ്റ് മാത്രം ഉണ്ട്, സ്റ്റിയറിംഗ്. അപ്പൊ അതാണ് ഇപ്പത്തെ അവസ്ഥ. അല്ല ഈ പറഞ്ഞ പോലെ സ്റ്റീലിംഗ് ഇപ്പൊ നടക്കുന്ന സാധനമാണ്. അതായത് ഇപ്പൊ ജക്കബോവിന്റെ മൂവി കണ്ട തിരുവില്ലേ, അതില് ആദ്യം ഒരു 2 ബ്രദേഴ്സ് വന്നിട്ടാണ് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അതിന് ചാമ്പിട്ടാണ് ഇങ്ങോട്ടേ കയറി. അതേപോലെ തന്നെ ഇപ്പൊ മെക്ഡൊണാൾഡ്സിന്റെ മൂവീസ് നോക്കിയാലും വേറെ 2 ബ്രദേഴ്സ് ചെയ്യുന്നിടത്തുനിന്നാണ് മൂപ്പര് പോയിട്ട് ഓരോരുത്തർ ഐഡിയ എടുത്തിട്ട്. പക്ഷെ അത് ഷോക്കേസ് ചെയ്യുമ്പോൾ അത് സ്റ്റീൽ ചെയ്തെന്ന് പറയില്ല, ഇൻസ്പയർഡ് ആയെന്നാ പറയാ. ആ ഒരു ഇതാ വരാം. അപ്പം അങ്ങനെ നമുക്ക് കുറെ ഇന്റിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയാസും കാര്യങ്ങളും അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടി. പിന്നെ അപ്പം ഈ ഒരു ജേർണി ത്രൂ ഔട്ട് ലൈക്ക് ഹൗ ഐ സെഡ് ഇൻ ദ ബിഗിനിങ്, ആ ഒരു പേസിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കുറേ ടൈം അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്ന് ഇടയ്ക്കൊന്നും നമ്മൾ ഒന്നും മേടി എത്തിയിട്ടില്ല എന്നുള്ളൊരു തോട്ട് വരും. ആ തോട്ട് വരുന്നതിൻ്റെ ഇടയിലായിരിക്കും നമ്മളെ ബാസിത്ത് നമ്മളെ ആപ്പിൻ്റെ ഡെവലപ്പർ, ഫ്ലട്ടർ ഡെവലപ്പർ ഒരു APK ഫയൽ അയച്ചുതരാം. അന്നേരം ഒരു സന്തോഷം സമാധാനം. അതായിരിക്കും നമ്മളെ ആപ്പിൻ്റെ ബിൽഡ് ഒന്നും ആയിട്ടില്ല ആ ഒരു ഇതുണ്ടാവും. സോ ആ ഒരു ലോൺലിനെസ്സിൻ്റെ ഇടയിൽ നമ്മൾ ആ ലോൺലിനെസ്സിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു സംഭവം, ഒരു പ്രോജക്റ്റ്, ഒരു സംഭവം നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രോഗ്രസ് നമ്മളൊരു കമ്പാനിയനായിട്ട് ആ ഒരു കംഫേർട്ട് നമുക്ക് തരും. എൻ്റെ ഇതിൽ എനിക്കങ്ങനെ ലോൺലിനെസ് എന്ന് പറയാൻ ഏകാന്തത ഉണ്ട്. പക്ഷേ ഈ നമുക്ക് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ഉണ്ടല്ലോ. പക്ഷെ ഈ നമ്മളോട് അടുത്തിട്ടുള്ള ആൾക്കാരുടെ അവർ ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമ്മൾ ഓരോട് ഇതിലായിട്ടാണ് ഓരോരുത്തും ഉണ്ടാകാത്തത് അല്ലെങ്കിൽ ഓരോരുത്ത് പോകാത്തതല്ലേ. അപ്പോൾ ഇത്രയും ആൾക്കാരെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ളത്. നമുക്ക് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല, കൺവിൻസ് ചെയ്യാനും കഴിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ഓ നമ്മുടെ വീട്ടില് എൻ്റെലി ഡിഫറെന്റ് പേഴ്സൺ ആയിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ. നമ്മളെ എൻ്റെ കസിൻസിലെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഈഗോ കൂടിയതിന് കമ്പനിയാണ് ശേഷം. പിന്നെ സാക്രിഫൈസസിൻ്റെ കാര്യത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീരെ സമയമില്ല. ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കോളേജ് ലൈഫ് എനിക്കില്ല, തീരെ ഇല്ലാണ്ടതിന്. സിനാനും അറിയാം. നമ്മൾ ഞാനിത് ഫസ്റ്റ് ഇയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവേനു. പക്ഷേ സെക്കൻഡ് ഇയർ എത്തി ഇൻറ്റൻസിറ്റി കൂടി. പക്ഷെ എന്നാലും കോളേജിൽ പോകാൻ കഴിയുമായിരുന്നു. ഓക്കെ, കോളേജിൽ പോയിട്ടും ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ. തേർഡ് ഇയർ എത്തിയിട്ട് പ്രൊജക്റ്റ് വലുതായി, എന്താ പറയുക, വെബ്സൈറ്റായി, ഓപ്പറേഷൻസ് സ്റ്റാർട്ടായി. പിന്നെ കോളേജിന് കാണില്ല. സാറിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അച്ചീവ്മെൻറ്റ്സ് അയച്ചു കൊടുക്കും കമ്പനി. സാർ പ്രൈഡ് ഓഫ് അവർ കോളേജ്, പ്രൈഡ് ഓഫ് സെർച്ച് ചെയ്തെന്നെല്ലാം പറയും. നമ്മളതിനെ അതും വെച്ചിരിക്കും. പിന്നെ കോളേജ് ലൈഫാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് ഇല്ലാണ്ടുള്ള ഒരിത് പോയത്. അതൊരു കോൺസെപ്റ്റേ ഇല്ല.
പിന്നെ എപ്പോഴും ഒപ്പരം നടക്കുന്ന ചങ്ങായിമാർ കുറേ ചങ്ങായിമാർ ഇപ്പോൾ കണക്ഷൻ വിട്ടിട്ടുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ദ ടൈം ടു ഗിവ് ദം. പിന്നെ അവർക്ക് ആ ഒരു കണക്ഷൻ വെക്കാനുള്ള പവറും ഇല്ല. ബിക്കോസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ചെയ്യുന്നത് ഇതാണ്. ലൈക്ക് ഈസി മെയിൻ്റനൻസ് ഫ്രണ്ട്ഷിപ്പ് ലോങ് ലാസ്റ്റ്. അല്ലാത്ത ഫ്രണ്ട്ഷിപ്സ് ഒന്നും ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനത്തെ ഒരു ജേർണിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. എനിക്ക് എൻ്റെ 9th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡിൽ നിന്നെല്ലാം ഒപ്പരം പഠിച്ചിട്ട് ചങ്ങായി ഉണ്ടായി കണ്ണൂർ. അങ്ങനെ അവൻ്റെ ഒപ്പം എനിക്ക് കണക്ഷൻ വിട്ടാൽ ഭയങ്കര സങ്കടമുണ്ട്. എന്ന് വെച്ചാൽ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വി ഡോണ്ട് ഹാവ് ദ ടൈം ടു ഗിവ് ദം. ആൻഡ് കസിൻസിൻ്റെ ഒപ്പമുള്ള ഔട്ടിങ്ങും കസിൻസ് എല്ലാ ദിവസവും വിളിച്ചിട്ട് ചൊറാക്കും. ലൈക്ക് നിനക്ക് നിന്റെ കമ്പനിക്കാരും ഇതെല്ലാം മതിയല്ല, നമ്മളൊന്നും വേണ്ടല്ലേ. ഒരു ഭർത്താനം കേൾക്കുമ്പോ പക്ഷേ അതാണ് നമുക്ക് ബാധ്യസ്ഥരം. അതെ. പക്ഷെ നമ്മൾ ഇത്രയും സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് വലിയ പോകുന്നുണ്ടോ. അപ്പൊ ആ ഒരു ഡിസ്കംഫേർട്ട് ആക്സെപ്റ്റ് ചെയ്ത് തന്നെ വേണം. ഞാൻ ഒരു റീലാണ്ട ഒരു സംഭവമാണ്, സ്റ്റേ സ്മോൾ ഇനഫ് ലോങ് ഇനഫ് യു ബിക്കം ബിഗ് ഇനഫ് സൂൺ ഇനഫ്. അപ്പം ടു ബിക്കം ബിഗ് ഇനഫ് ആണ് നമ്മളെ എയിം, ഹോപ്പ്ഫുള്ളി ഇൻഷാല്ല. പിന്നെ ലൈക്ക് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സക്സസ്? വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് സക്സസ് ടു യു ഓൾ? എൻ്റെ ഒരു ഇതിൽ ഫ്രീഡം. നമുക്ക് നമ്മളിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് വല്ലാത്തൊരിതാണ്. ആരും അണ്ടറിൽ നിൽക്കുന്നു നമുക്കത് നടക്കില്ല. നമ്മളൊരു കമ്പനീൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു നമുക്ക് നടക്കുമോ? ഇഷ്ടമുള്ളപ്പോൾ പോകാൻ കഴിയോ? ലീവ് എടുക്കാൻ കഴിയോ? ഇപ്പം എനിക്ക് ഇന്ന് പോകണ്ട, കിടക്കാം, പ്രശ്നമില്ല, അതിനനുസരിച്ചുള്ള മാനേജ് ചെയ്താൽ മതി. പക്ഷെ അതിന് വേറെ ഒരു ഇതുണ്ട്, നമ്മൾ പോകേണ്ട ടൈമും ചിലപ്പോൾ രാത്രി ഒരു 3 മണി വരെ വർക്ക് ചെയ്യേണ്ട ടൈം ഉണ്ടാവും. അത് വേറെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. രാവിലെ തന്നെ പോകണ്ടോ. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ബ്രേക്ക് എടുക്കാം, ഇഷ്ടമുള്ളിടത്ത് പോവാം. നമുക്കൊരു ഫിനാൻഷ്യലി ഫ്രീഡായ നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട. അപ്പോൾ വല്ലാത്തൊരു ഫ്രീഡാണ്. എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ കുറച്ചൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇതാണ്, ഒരു ടേക്കാണ്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സക്സസ് ഇസ് അബൌട്ട് ഹാർഡ് വർക്ക് ഓർ സ്മാർട്ട് വർക്ക് ഓർ ബീങ് കൺസിസ്റ്റൻറ്റ്. നൺ ഓഫ് ദാറ്റ്. സക്സസ് ഇസ് ഹൗ കൺസിസ്റ്റൻ്റ്ലി യു ആർ വില്ലിംഗ് ടു ഡിസപ്പോയിൻറ്റ് your family, your loved ones, for achieving that one thing in front of you. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കണക്ഷൻസോ സംഭവങ്ങളോ നമ്മൾ കട്ട് ഓഫ് ചെയ്യാൻ റെഡിയാണ്, സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്, അത് നമ്മൾ അടുത്തേക്കും. അപ്പോൾ ആ ഒരു സ്ട്രഗിളാണ് സക്സസ്. വാട്ട് അബൌട്ട് മെറ്റീരിയലിസ്റ്റിക് വേ? ലൈക്ക് ഫ്രീഡം എന്ന് പറയുന്നതും യു ഹാവ് ടു ഹാവ് സം ലെവൽ ഓഫ് വെൽത്ത് ടു ഹാവ് ദ ഫ്രീഡം, റൈറ്റ്? So like what is the amount of money that you're dreaming to have to achieve the level of freedom that you're looking for? For example, under case പറയുന്നുണ്ടെങ്കിൽ after I achieve maybe like ഒരു level of wealth, I want a life that I can live in a small cafe of my own, and the passion is to start a cafe, and not a passion, my dream is to start a cafe and live in it, smelling coffee and reading books. അതാണ് എൻ്റെ സ്വപ്നം. സ്മെല്ലിംഗ് കോഫി Smelling coffee and reading books, that is like my dream thing to do, without worrying about money. Like let the cash burn because I have that much money. I will level of materialistic wealth. What is the like opinion on that? നല്ലതാണ്. ഇപ്പം പറയാം, അതന്നെ. നമ്മളിപ്പോൾ ചിലവാക്കും, നാളെ ഒരു തിരിച്ചൊരു വരുമാനം വരും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ചിലവാക്കാനൊരു കോൺഫിഡൻസ് വരും. നാളെ നമുക്കൊരു വരാനില്ലാതെ നമുക്ക് മടിയായിരിക്കും ചിലവാക്കാൻ. അത് വേറെ തന്നെ ഒരു പവറാണ്. ഇന്നൊരു 10,000 രൂപ ചിലവാക്കാം, നാളെ ഒരു 20,000 രൂപ വരും. പിന്നെ ചിലവാക്കിയ പ്രശ്നമില്ല. അത് വല്ലാത്തൊരു ഫ്രീഡമാണ്. നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയെങ്കിലും ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ആയി തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്ത് വലിയ ബാധ്യതകളും കാര്യങ്ങളൊന്നും സൃഷ്ടിക്കാണ്ട് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ദെൻ നിഹാദ് ആദ്യം പറഞ്ഞ പോലത്തെ ആ ഒരു തരത്തിലുള്ള സക്സസ് ഇസ് വാട്ട് ഐഡ് ലൈക്ക് ടു ഹാവ്. ഫ്രീഡം. ഐഡ് ലൈക്ക് ടു ട്രാവൽ. ലോണും കടമൊന്നും പറ്റൂല. അങ്ങനെയാണെങ്കിലും ഓക്കെ, നടക്കൂല. എന്റെ വീട്ടിൽ ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് വാട്ട് ഈസ് സക്സസ് ടു മീ എന്ന് പറഞ്ഞാൽ. അതായത് സക്സസ് ഓരോക്കെ ഓരോന്നാ. സ്റ്റാറ്റസ് അല്ലെങ്കിൽ മറ്റാൾക്കാരെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാം, ഒരു ആധിപത്യം സ്ഥാപിക്കാൻ, ആ ഒരു സാധനമാണ് പല ആൾക്കാർക്കും. പക്ഷെ എനിക്ക് ഒരാൾ ഫ്രീഡം തന്നെയാണ്. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ ഉപ്പ ഉമ്മ ഓരോ നമ്മളെപ്പോഴും നിൽക്കുന്നില്ലേ, ഓരോ എത്ര കാലം നമ്മളെപ്പോഴും ഉണ്ടാവുന്ന അറിയില്ലല്ലോ. സോ ഓർക്ക്
എത്രത്തോളം കൊടുത്താലും ഡിസേർവ് ആവില്ലെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് ആരായാലും സോ ആ ഒരു ഫ്രീഡം കൊടുക്കണം. അത് നമ്മൾക്ക് നേരണ്ട എല്ലാരും വൃത്തിക്ക് നോക്കാം. അങ്ങനെ. അതെ. പിന്നെ ഇതുണ്ട് ലൈക്ക് ഹൂ ആർ ദ പീപ്പിൾ ഹു ഡിസേർവ് ടു ബി വിത്ത് യു. Like you can't keep everyone to your journey like on the top of your like the empire that you're building. Like there are some day ones that you can't keep at day 100, but there are some day hundreds that you can't keep at day 300. What kind of people and what kind of personality, what kind of bunch of achievements and personalities that you're thinking of keeping with you as you grow? ഞാന് പെർട്ടിക്കുലർലി ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമ്മ പീപ്പിൾ പ്ലീസർ. നമുക്ക് എങ്ങനെയും ഇങ്ങനെ ആളെ തട്ടിക്കളയാനോ ഇതാക്കാനോ പറ്റുമെന്ന് ചെയ്യില്ല. പിന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ഒരാളെ നിരന്തരം അങ്ങനെ വെറുക്കാനും കഴിയില്ല. ഇഫ് യു ദേർ വിത്ത് മീ ഓൺ ഡേ 1, യു വിൽ ബി ഇൻഷാല്ലാ വിത്ത് മീ ഓൺ ഡേ 300 ആൻഡ് മോർ. ഹൗ മെനി ഡേയ്സ് ഐ വിൽ ബി കൗണ്ടിങ്. സോ അതൊന്നും പ്രശ്നമൊന്നുമില്ല. എൻ്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കുന്നു, അവരിൽ നിന്ന് എന്തും ഒന്ന് അക്സെപ്റ്റ് ചെയ്യാണ്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കുന്നത് വേറെ തന്നെ രസമാണ്. നമ്മൾ ഓരോന്ന് ഇങ്ങനെ സ്നേഹിക്കണം, നമ്മളിങ്ങനെ എപ്പോഴും വേണമെന്ന് പ്രതീക്ഷിച്ചാൽ നമുക്കൊന്നും കിട്ടൂല. ഒന്നും കിട്ടാണ്ട് നമ്മളൊന്നും ആഗ്രഹിക്കാണ്ട് ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ നോക്കാം. അൺകണ്ടീഷണൽ ലവ്. അപ്പം എന്താണ്, നമുക്ക് ഒരു പ്രശ്നമില്ല, ഒരു സങ്കടമില്ല, ആ ഒരു രീതിയിൽ ഇങ്ങ് പോകും. പിന്നെ ചതിക്കില്ല എന്നുള്ള ഉറപ്പുള്ള ചങ്ങായിമാരെ നമ്മളിപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകുക. എനിക്ക് വേറൊരു പെർസ്പെക്റ്റീവ് വന്നു on this matter. I don't want to sound like narcissistic or anything, but if you're not growing with me, I don't like to keep you with me. എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. Like you have heard of this quote like flock of a feather fly together. ഒരു വിങ്സിലുള്ള ഫെദേഴ്സ് everything is together. So under surroundings should like define me of what I am doing and what I am എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ എനിക്കിപ്പോൾ സെർച്ച് ചെയ്ത് എൻ്റെ കോളേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഐ ട്രൈ ടു കീപ് അവേ പീപ്പിൾ who are bunch of yahoos. Like their own main goal is to get married and like not get married like like the thing is അവർക്ക് ഒരു സക്സസ് ഒന്നുള്ള they don't have a dream. They like go with the flow and run behind distractions. ഇതാണ് and I keep them away as much as possible. like എൻ്റെ അടുത്തടുപ്പിക്കൂല. പിന്നെ എൻ്റെ പഴയ ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ പറയുന്ന കാര്യമുണ്ട്, ട്രൈ ടു ഗ്രോ വിത്ത് മീ ബിക്കോസ് കുറേ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മേ ബി വി കാൺ ബി ടുഗെദർ. ആൻഡ് It's a very powerful statement, like when you're saying it മുഖാന്തരം ഒന്നും ഇങ്ങനെ പറയുമ്പോൾ നീ നന്നായിക്കോട്ടാ അല്ലെങ്കിൽ അത് പക്ഷേ പറയുമ്പോൾ അവര് ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാൻ എൻ്റെ സൗദിയിൽ എൻ്റെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവരപ്പുറം തന്നെയാണ് ഫ്രണ്ട്സ് ബിക്കോസ് ഐ ക്യാൻ ഓൺലി മെയിൻറ്റെയിൻ എ കോൺവെർസേഷൻ വിത്ത് ദം. ആസ് എൻ NRI സ്റ്റുഡൻറ് ഇറ്റ്സ് കൈൻഡ് എ തിങ് വെരി ഡിഫിക്കൽട്ട് ബ്ലെൻഡിങ് ഇൻ. സത്യം പറയാം, ഞാന് വന്ന് പോയിട്ടൊരു മുണ്ടപ്പുറം സ്കൂളിലാണ്, ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ 10ാം ക്ലാസ് ഒരാളെ ഇവിടെ NRI നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ പറയുന്നത് ചിലപ്പോ ഇവൻ പോഡ്കാസ്റ്റ് കഴിഞ്ഞാൽ 2 മേട്ടും അല്ല, പക്ഷെ ഞാൻ പറഞ്ഞേക്കാം വന്നപാട് ഇവന്റെ ആദ്യം പേര് വന്നത് ഖത്തർ പഫ്കിന്നാണ്. കുറെ കാലം അങ്ങനെയല്ല, ബിക്കോസ് ഖത്തറിലാണ് വളർന്നത്. നമ്മ ഇപ്പൊ മുണ്ടപ്പുറം പഠിക്കുന്ന സമയത്ത് ഞാൻ CBSE കേരളയിലേക്ക് മാറിയോണ്ട് കുറച്ച് ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ടാവല്ലോ, പിന്നെ ഒരു തെരിപ്പം ഉണ്ടാവല്ലോ. ഞാനാണെങ്കിൽ ഇൻസൈഡ് ആക്കിയിട്ട് വർക്ക് ഗവൺമെന്റ് സ്കൂളിൽ. ഒന്നാമത് കുപ്പായ ഉണ്ടെന്നത് പക്ഷെ ആർക്കും അറിയില്ല. എല്ലാരും വിചാരിച്ചു നമ്മൾ ഷോ ഞാൻ കോളേജ് ഫസ്റ്റ് ഡേ വന്നത് എങ്ങനെയാ ഇൻസൈഡ് ആക്കിയിട്ട് ഞാൻ എല്ലാവരും ഔട്ട്സൈഡ് സംഭവം ഇവര് പ്രൊഫഷണലിസം നത്തിങ് ലൈക്ക് ദാറ്റ് സ്ട്രിക്ട്നെസ് ഒന്നും ഇല്ലേ. പിന്നെ ഒരു സീനിയർ നീ എന്തായാലും ഇൻസൈഡിലാക്കി നടക്കുന്ന ഓവറാന്നൊക്കെ പെണ്ണുങ്ങളെ കിട്ടാന്നൊക്കെ ഞാൻ പറയാ എനക്കൊന്നും അറിയില്ല. അപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഫിസിക്സിന്റെ സാർ ഇപ്പം നെയിം സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലും ചോദിച്ചാൽ നമുക്ക് ആകെ അറിയുന്ന 3 മാറ്ററാണ് ജനറലി. ഞാൻ ഒരു 2 അധികം പറഞ്ഞു വിചാരിച്ചു, ഒരു ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റും പിന്നെ ഒരു പ്ലാസ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നോക്കി സൗദി സെയിങ് സംതിങ് ഫസ്റ്റ് തിങ് അത് ദുബൈയിലാ പഠിച്ചേ, പക്ഷെ അതൊന്നും ഇതല്ല.
നമ്മളാ മറ്റേ ചെക്കൻ എന്തോ പറയുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് നമ്മൾ ആണെന്ന് പഠിച്ചത് ഇവിടുത്തെ. ഒരു ഏലിയനേഷൻ ഉണ്ടാവും ചെറുങ്ങനെ, അഡ്ജസ്റ്റ് ചെയ്യലും കുറച്ചൊരു പണിയാണല്ലേ. നമ്മള് കോളേജിൽ കയറിയാണ് ഒരു വർഷം ഫസ്റ്റ് ഇയറിൽ ശരിക്കും ഞാനെന്തോ വേറെ തന്നെയാണ്. നാട്ടിലെ പിള്ളേരെ കളിക്കുന്ന കളിയും നമ്മൾ കളിക്കുന്ന കളിയെല്ലാം കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. വർത്താനം ലൈക്ക് ദ ടോപ്പിക് ദ ടോക്ക് അബൌട്ട് ഇസ് ഓൾസോ ഡിഫറെന്റ്. ലൈക്ക് ഭയങ്കര ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡായിരുന്നു ഇവരെപ്പരെല്ലാം ഒന്ന് മിങ്കിൾ ചെയ്ത് കിട്ടി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാന്ന് സിനാനെല്ലാം ഉണ്ട്. സിനാനെല്ലാം ഉള്ളതുകൊണ്ടത് പിന്നെ കോളേജിൽ ജീവിച്ചു പോയത്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ അത് റെഡിയായി. നമുക്ക് ഈ മറ്റേ ബെഞ്ചിനകത്ത് ആണി ഇറങ്ങല് അതൊന്നും എങ്ങനെ പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം നമുക്ക് അവിടെ സെപ്പറേറ്റ് കസാര, ഒരു കംഫർട്ടിൽ ഇരിക്കാൻ കഴിയില്ല. പക്ഷെ അതിലും എങ്ങനെയാണ് കുറെ ആണി അരച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ സോഫയിൽ ഇരുന്നിട്ട്. സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള അറ്റാച്ച്മെന്റ് വ്യത്യാസം ഉണ്ടാവില്ലേ, അവിടെ ഉള്ളതും വീട്ടിലുള്ളതും? ഓണസ്റ്റ്ലി പരസ്പരം ഉണ്ട്. കുറച്ച് ഞാൻ അവിടെ ഒരു 12 വർഷം അവിടെ വളർന്നുകൊണ്ട് നമുക്ക് അത്രയും പഴക്കമുള്ള ഫ്രണ്ട്സും ഉണ്ട്. ലൈക്ക് അവർ ബന്ധങ്ങളുണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്. അതിപ്പം KG1 തൊട്ട് പഠിച്ച ചങ്ങാന്മാരുണ്ട്. അവരിതെല്ലാം കുറെ ആൾക്കാരിതെല്ലാം ഇപ്പൊ എൻഗേജ്മെന്റും കല്യാണം നടക്കുക കഴിഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം യെസ് അവര് ഇങ്ങനെ വന്നിട്ട് പറയും, ഡ്യൂഡ് ഐ ജസ്റ്റ് ഗോട്ട് എൻഗേജ്ഡ്. ഐ ആം ലൈക്ക് ഓക്കെ, sounds nice, mashallah, tabarakallah. അപ്പൊ ആ ബന്ധം ഇപ്പൊ ഉണ്ട്, എല്ലാവരുമായിട്ടുണ്ട്. പിന്നെ ഇപ്പത്തെ നമ്മളെ ഞാനിപ്പം കഴിഞ്ഞ 8 വർഷമായിട്ട് നാട്ടിലാണ്. നാട്ടിലെ എങ്ങാമാറായിട്ടും നല്ല ബന്ധം തന്നെയാണ്. വിചാരിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ അവര് ഇതുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റൂല എല്ലാവരും ഇതിനു വേണ്ടിയിട്ടും. ബട്ട് വി ട്രൈ അവർ ബെസ്റ്റ്. പിന്നെ ഇവരും കുറച്ച് നമ്മളെ ഭാഗം മനസ്സിലാക്കുന്നുള്ളൊരു ഇതുണ്ട് നമുക്ക്. If you disappear tomorrow, like maybe you build your legacy or maybe you haven't. പക്ഷേ നീ ഇപ്പോൾ you disappear tomorrow, but നിങ്ങളുടെ ലെഗസി ഇവിടെ ഉണ്ട്. What is the social media and what is the legacy that will help the humanity, like from what you're building? Like ഇപ്പം നീ ഹാത്ത് കണ്ടത് you are an influencer and the content you have put out in the world, how is it helping the people and how is your legacy gonna go into the future? ഞാനിപ്പോ നാളെ നിർത്തിയാൽ എന്നെ ഒരു 1-2 ദിവസം ഓർക്കും, കൂടിപ്പോയി 1 മാസം വരെ ഓർക്കും. അതിൽ ഞാൻ എന്തായാലും നമ്മളെ മറക്കും. കാരണം എന്തേ, ഇഷ്ടംപോലെ ഞാൻ മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബ്ലോഗേഴ്സും ഇൻഫ്ലുവൻസറായിട്ട്. അപ്പൊ ഞാൻ ഒറ്റക്ക് അല്ല മാർക്കറ്റ് ഭരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ നിർത്തിയാൽ എന്തായാലും എന്നെ മറക്കും. അതിലൊരു കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ എത്ര ഇൻപുട്ട് ഉണ്ടാക്കി, നമ്മൾ എത്ര ഒരു ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചാലും ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ മനുഷ്യൻ എന്തായാലും മറക്കും. അത് നമ്മൾ എത്ര നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ടൈം കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാർ മറക്കുന്ന മുമ്പ് തന്നെ ആൾക്കാർ നമ്മളെല്ലാവരും മറന്ന്, ലാസ്റ്റ് വീട്ടുകാരും മറന്ന്. അത് തന്നെയാണ് അവസ്ഥ. നമ്മളിപ്പോൾ മരിച്ചാൽ നമ്മൾ എത്ര ആൾ കരിയും. നമ്മൾ ഒരാൾ മരിച്ചാൽ കുറച്ചാളേ കരിയും. അത് കഴിഞ്ഞാൽ നമ്മളത് മൂവ് ഓൺ ആവും. തന്നെയാണ് അവസ്ഥ. അതിലൊരു കാര്യമില്ല. നമ്മൾ എന്ത് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് നമ്മളിവിടെ ബാക്കിയാവും. അവര് ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു മാർക്ക് ഉള്ള കാലം വരെ നമ്മൾ നല്ല കാര്യം ചെയ്യുക. എന്നാൽ ആൾക്കാർ പറയും ഉള്ള കാലം ഇങ്ങനെ നല്ല കാര്യം ചെയ്തിന്, നമ്മൾ ഇങ്ങനെ നല്ല കാര്യം ഇവിടെ ചെയ്തെന്ന് പറയും. അത് നല്ല കാര്യം എവിടെയെങ്കിലും ചെയ്തു വെച്ചാൽ ആൾക്കാർ നമ്മളെ പേര് പറയുന്ന ഓർത്ത് പറയും, ഉള്ള ടൈം നല്ലതായിരുന്നു, നല്ല കാര്യം ചെയ്ത്. അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെപ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മളെ പാരൻസ് മാത്രമേ ഉണ്ടാവും നമ്മളെപ്പോൾ ഓർക്കുന്നവർ. അതും കുറച്ച് മൂവ് ഓൺ ആയാലും അവരും മറക്കാൻ തുടങ്ങും. അതാണ് ശരിക്കും മനുഷ്യൻ്റെ അവസ്ഥ. നമ്മളിപ്പം എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ നമുക്കാകെ പറയാമെന്ന് വെച്ചാൽ നിഹാദ് പറഞ്ഞ പോലെ തന്നെ മാക്സിമം എഫേർട്ട് ചെയ്യുന്ന കാര്യം നല്ലത് ചെയ്യാന്നല്ല, അജഗജാന്തരായിട്ട് നമ്മൾ ചെയ്യുക. ആ ഒരു റിമാർക്ക് നമ്മളവിടെ ബിൽഡ് ചെയ്ത് വെക്കുക. കാരണം ഇപ്പം എക്സാമ്പിളായിട്ട് പറയുന്നതാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളെ ഫോമർ പ്രസിഡന്റ് ഡോക്ടർ APJ Abdul Kalam. Why is he known as the missile man of India? Not because he made missiles, not just because of that, but because ആ ഒരു ലെവലിൽ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹീസ് എക്സാംപ്ലറി. ഇപ്പോൾ ദംഗൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിങ് ഇന്ത്യൻ ഫിലിമാണ്. അതിൻ്റെ അകത്ത് ആമിർ ഖാൻ്റെ കഥാപാത്രം അവരെ മോളെടുത്ത് പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പം നാളെ ഇഫ് യു വിൻ സിൽവർ മെഡൽ കൊണ്ടിരുന്നതാണെങ്കിൽ മറ്റന്നാളെ ആൾക്കാർ മറന്നു സ്വാഭാവികമായിട്ടും. ലേക്കിൻ ബെട്ട അഗർ തും കൽ ഗോൾഡ് ജിത്തി തും മിസാൽ ബൻ ജാവേഗി എന്ന് പറഞ്ഞത്. മിസാൽ എന്ന് വെച്ചാൽ എന്നാ എക്സാമ്പിൾ.
യു വിൻ ഗോൾഡ്, യു ബിക്കം എൻ എക്സാമ്പിൾ. അപ്പം എവ്രിവെയർ ഏതൊരു ആസ്പെക്റ്റിലായാലും ട്രൈ ടു ബി എ ഗോൾഡ് മെഡലിസ്റ്റ് അറ്റ് വാട്ട് എവർ യു ഡു. ഗോൾഡിന് ഇതില്ല, ഗോൾഡിന് പകരം വേറൊന്നുമില്ല. ഇപ്പൊ പ്ലാറ്റിനം വൈറ്റ് ഗോൾഡാന്ന് പറയുന്നുണ്ട്, പക്ഷെ ഗോൾഡിന് പകരം ഒന്നുമില്ല. ഇപ്പൊ മാർക്കറ്റിൽ കത്തി നിൽക്കുന്നത് ഗോൾഡിന്റെ റേറ്റ് ആണ്, നാളെ കൂടിയേ ചെയ്യുള്ളൂ. ചെറുപ്പത്തിൽ മത്സരം പഠിച്ചുകൊടുക്കും പുസ്തകം ക്വിസ് കോമ്പറ്റീഷൻ ഒരു ചോദ്യം ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ഈ പത്രത്തിന്റെ ഫ്രണ്ട് പേജ് വരണോ സെന്ററിൽ? അന്നേരം നമുക്ക് ഈ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് ഫ്രണ്ട് പേജ് തന്നാൽ എല്ലാരും കാണും, പ്രശ്നമാണ്. എല്ലാരും പോവാ. പക്ഷെ പിന്നെ ആ ചോദ്യത്തിന് അർത്ഥം മനസ്സിലായി. ലൈക്ക് നമ്മള് മരിച്ചിട്ട് പോകുമ്പോഴായാലും എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ നമ്മളൊരു ഉണ്ടാക്കി എടുക്കണം എന്നല്ലേ. അത് ഈ പറഞ്ഞ പോലെ ഞാനും ആൾക്കാരോട് മാക്സിമം നല്ല ചെയ്ത് പോവാം. എൻ്റെ ഉമ്മ ഉപ്പ് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു സാധനം, അറ്റ്ലീസ്റ്റ് മരിച്ചു കഴിഞ്ഞാൽ ഫാത്തിഹ ഓതാണെങ്കിൽ ആള് വരുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ല ചെയ്യുക, ബി ഹംബിൾ ഇനഫ്. എൻ്റെ ഒരു കേസിൽ ദ തിങ് ഈസ് ഐ വാണ്ട് പീപ്പിൾ ടു ഹാവ് മോട്ടിവേഷൻ ഫ്രം മീ ഓൺ എ ലെവൽ ദാറ്റ് how much bullshit advice people tell you on a day-to-day life as a startup founder, stupid advices എടുത്തിട്ടാണ് ആൾക്കാർ വരാമെന്നറിയില്ല. ലൈക്ക് ദാറ്റ് ലെവൽ ഓഫ് സ്റ്റുപ്പിഡിറ്റി ആയിരിക്കും. യു ജസ്റ്റ് ഹാവ് ടു നോഡ് യുവർ ഹെഡ് ആൻഡ് ഓൾസോ അഗെൻസ്റ്റ് ഓൾ ദ നെഗറ്റിവിറ്റി you build what you want to build and you embrace that yourself എന്നുള്ളൊരു മോട്ടിവേഷൻ ആൾക്കാർക്ക് കൊടുക്കണം. ആൻഡ് ഫ്രം ദ പ്രൊജക്റ്റ് ഐ എം ബിൽഡിങ് ഐ നീഡ് എ ഫ്യൂച്ചർ വെയർ പീപ്പിൾ ക്യാൻ ഹീൽ ദംസെൽഫ് ജസ്റ്റ് ബൈ ഈറ്റിംഗ് ദെയർ ഓൺ ഫുഡ് rather than getting into medications, പിന്നെ കെമിക്കൽസ് എല്ലാം ബോഡിയിൽ കയറ്റുന്നതിന് പകരം. ആൻഡ് ഓൺ ദ ക്യാൻസർ പെർസ്പെക്റ്റീവ് സ്പീക്കിംഗ്, instead of having this much radiation from chemotherapy and all, food through and just by our organic means നമ്മൾ ഹെൽത്തി ആണെന്നുള്ളൊരു വിഷൻ കൊണ്ടുതന്നെയാണ് പ്രൊജക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ദ ലെഗസി ദാറ്റ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. ആൻഡ് നമുക്ക് ഈ എപ്പിസോഡ് റാപ്പപ്പ് ചെയ്യാൻ തോന്നുന്നല്ലേ? എനി ലാസ്റ്റ് റിമാർക്സ്? റിമാർക്സ് എല്ലാം പറയാന്ന പിന്നെ അതിൽ അങ്ങനെ പോകുന്നുള്ളൊരു പേടിയുണ്ട്. ബാംഗ്ലൂരേക്ക് ഒരു ബസ്സുള്ളതാ. So last statement, something deep from Mr. Raza and Mr. Nihal and Sinan, എന്നിട്ട് നമുക്ക് end. എനിക്ക് പറയാനുള്ളത്, ചെയ്യുന്ന കാര്യം വൃത്തിക്ക് ചെയ്യാം. ജീവിക്കുന്ന കാലത്ത് ആരും ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മളെ കാര്യം വൃത്തിക്ക് ചെയ്തിട്ട് പോകും. നമ്മൾ വേറെ ആൾക്കാരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് വെറുതെ അവരെ ശല്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കാര്യം വൃത്തിക്ക് നോക്കാം. ഏത് മനുഷ്യന് എന്ത് തെറ്റുണ്ടോ നമ്മൾ എത്ര നമ്മൾ പ്രോപ്പറാകാൻ നോക്കുക, അത് നോക്കുക. അല്ലാതെ വേറെ ആൾക്കാരുടെ കുറ്റങ്ങളും വേറെ ആൾക്കാരുടെ കാര്യങ്ങളും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പോയാൽ തന്നെ ഈ ലോകം ശരിക്കും നന്നാവും. നമ്മളെന്തിനാ വേറെ ആൾക്കാരെ നോക്കുന്നത്? നമ്മളെ കാര്യം നോക്കുക. മാക്സിമം എത്ര നല്ല കാര്യം ചെയ്യാൻ പറ്റുക, എത്ര നല്ല കണക്ഷൻസ് പിടിക്കാൻ പറ്റാം, അത് ചെയ്ത് പോവുക. എന്നാൽ തന്നെ നല്ല കാര്യമാണ്. ഈ പറയുന്ന ലോകത്തിൽ പാകിസ്ഥാനില്ലേ? ഞാൻ നന്നായിട്ട് പാകിസ്ഥാൻ. പക്ഷെ ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ എല്ലാം കഴിഞ്ഞാൽ ഓൾ സെഡ് ആൻഡ് ഡൺ, ജസ്റ്റ് ഒറ്റൊരു ഇത് പറഞ്ഞാൽ മതി നമ്മളെ കുറിച്ച്. ചങ്ങായി പൊളി മെൻഷൻ ചെയ്യും, ആ ഒരു സംഭവം കിട്ടിയാൽ മതി. യു ഹവ് ഡൺ പ്ലെന്റി. Okay, then that's a wrap for episode 2 of The Ground Level. See you on the next episode.